ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മലയാളികളുടെ പ്രിയ താരമായി മാറിയ മാത്യു തോമസിൻ്റെ ഇനി വരാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ബ്രോമൻസ്. അർജുൻ അശോകൻ, മാത്യു തോമസൻ എന്നിവരെ പ്രധാന കഥാപാത്രമാക്കി അരുൺ ഡി ജോസ് സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയാണ് ബ്രോമൻസ്. ആഷിഖ് ഉസ്മാനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. രവനീഷ് നാഥാണ് സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. അഖിൽ ജോർജാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. ഗോവിന്ദ് വസന്തയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ അർജുൻ അശോകൻ, മാത്യു തോമസ്, കലാഭവൻ ഷാജോൺ, മഹിമ നമ്പ്യാർ, സംഗീത്, ശ്യാം എന്നിവരൊക്കെയാണ് ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. കോമഡി വിഭാഗത്തിലാണ് ചിത്രം ഒരുങ്ങുന്നത്. ചിത്രം അടുത്ത വർഷം ഫെബ്രുവരി 14 റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മനോഹരമായ സിനിമയ്ക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത സിനിമ ലൗലി എന്ന സിനിമയാണ്. സിനിമ സംവിധാനം ചെയ്യുന്നത് ദിലീഷ് കരുണാകരനാണ്. അദ്ദേഹം തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ശരണ്യ, അതുപോലെ ഡോക്ടർ അമർ രാമചന്ദ്രൻ എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആഷിഖ് അബു ആണ് ഈ സിനിമയിലെ ക്യാമറ ചെയ്തിരിക്കുന്നത്. വിഷ്ണു വിജയ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് ചെയ്തിരിക്കുന്നത്. കിരൺ ദാസ് ആണ് എഡിറ്റർ. ഈ സിനിമയിൽ മാത്യു തോമസ്, അതുപോലെ ഗംഗ മീര, അരുൺ അജികുമാർ, അശ്വതി, പ്രശാന്ത് മുരളി, ജോയ്മോൻ ജ്യോതിർ എന്നിവരൊക്കെയാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ചിത്രം 3Dയിലാണ് പുറത്തിറങ്ങുന്നത്. ഫാൻറ്റസി, കോമഡി, ഡ്രാമ വിഭാഗത്തിലാണ് ചിത്രം ഒരുങ്ങുന്നത്. എന്തായാലും നമുക്ക് ഈ മനോഹരമായ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. ഈ 2 സിനിമകളെ കൂടാതെ ധനുഷ് സംവിധാനം ചെയ്യുന്ന നിലാവുക്ക് എഞ്ഞാടി കൊമ്പം എന്ന സിനിമയും, അതുപോലെ തന്നെ സലാം ബുക്കാരി സംവിധാനം ചെയ്യുന്ന ഉടുമ്പൻ ചോല വിഷൻ എന്ന സിനിമയും, അതുപോലെ തന്നെ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രേമലു എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടും പ്രേമലു എന്ന സിനിമയുടെ 2ാം ഭാഗവുമാണ് ഇനി മാത്യു തോമസിൻ്റെ ഇറങ്ങാൻ പോകുന്ന സിനിമകൾ. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് സിനിമയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഏത് സിനിമയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.